ഇന്ന് വൃശ്ചിക 9 ഞങ്ങൾ കാട്ടിലമ്മയെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ജങ്കാറിൽ കയറി. ജങ്കാർ സ്റ്റാർട്ട് ചെയ്തു. വള്ളം പോകുന്നത് കണ്ടോ? എനിക്ക് സത്യത്തിൽ വള്ളം നിർത്തി കയറാൻ പേടി കേട്ടോ. എപ്പോൾ ഞാൻ കാട്ടിലമ്പലത്തിൽ വന്നാലും ഞാൻ വള്ളത്തിൽ പോകാറില്ല, ഞാൻ ജങ്കാറിലാണ് പോകുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും ഒന്നും കാണത്തില്ല, എന്നാലും വള്ളത്തിൽ കയറാൻ പേടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേരെ കേട്ടോ. നമ്മൾ വലുതാണെങ്കിലും നമ്മളുടെ പേടി എന്ന് പറയുന്നത് പേടി തന്നെയല്ലേ, എത്ര നമുക്ക് വലുതായാലും. ഞാനതുകൊണ്ട് വള്ളത്തിൽ കയറത്തതേ ഇല്ല. അങ്ങനെ നമ്മുടെ ജങ്കാറ് കാട്ടിലമ്മയുടെ മണ്ണിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ കായലിൻ്റെ ഭംഗിയും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫോൺ ഞാൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ നോക്കിയത്. ഞാൻ സാധാരണ താഴോട്ട് ആ ഒഴുക്കിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആകാശത്തെ വീഡിയോ ആയിപ്പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചില്ല. ആൾക്കാരൊക്കെ ഉള്ളതിൽ ഒരു വീഡിയോ എടുക്കാനൊരു ചമ്മലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാണ്ടേ നമ്മുടെ ജങ്കാറ് കാട്ടിലമ്മയുടെ മണ്ണിലേക്ക് അടുത്തു. ഞങ്ങളങ്ങനെ ഇറങ്ങി നടക്കുവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു 10:30 കഴിഞ്ഞാണ് തിരക്കായത്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല രീതിയിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്മയൊക്കെ കയറി കണ്ടു. വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരു ആമ്പൽ നിന്നു. വേറെ വീഡിയോ ഒന്നും കൂടുതൽ എടുത്തില്ല. ഇത് ഒരു ചെറിയൊരു ആമ്പലിൻ്റെ ഒരു ഇതെടുത്തതാണ്. പിന്നെ അവിടെ എല്ലാവരും മണിയൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു. വലിയ തിരക്കായിട്ടില്ലായിരുന്നു കേട്ടോ. 10:30-11 മണിയായപ്പോഴേക്കാണ് നല്ല തിരക്കായത്. പിന്നെ മഴയൊന്നുമില്ലായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. കണ്ടോ, കുടിലുകളൊക്കെ കണ്ടോ? ഇത് നമ്മളെ കാട്ടിലമ്പലത്തിൽ അവിടുത്തെ കുടിലുകളാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ മൂലസ്ഥാനം അമ്പലമുണ്ട്, അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് ഭംഗി പ്രകൃതി ഭംഗിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേക്ക് അവിടെ 12 മണിക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്നു. നല്ല ഫുഡായിരുന്നു, നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ ഞങ്ങൾ KSRTCയിൽ ബസ്സിൽ ഞങ്ങൾ അവിടുന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ അടുത്തത് ഓച്ചിറയിലോട്ടാണ് പോകുന്നത്. ഓച്ചിറ അമ്പലത്തിലും ഇതേ കണക്ക് വൃശ്ചിക മഹോത്സവമാണ്, കുടിലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിലിങ്ങനെ പോവുകയാണ്, പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോവുകയാണ്. അപ്പുറത്തെ സൈഡിലായിരുന്നു കടൽ, ഇപ്പുറത്തെ സൈഡിൽ കടലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്രയും ഭംഗികളെ കിട്ടിയോളൂ. ഇരുന്ന് തെറ്റിപ്പോയി, എന്തോ ചെയ്യാനോ. അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലെത്തി. ഓച്ചിറ അമ്പലത്തിൽ ആവശ്യത്തിനും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 1:30-2 മണിക്കകത്താണ് എത്തിയത്. പക്ഷെ നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും പൈസയായിട്ട് വന്നാൽ മതി, നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഈ വൃശ്ചിക സമയത്ത് നല്ല രീതിയിലുള്ള സാധനങ്ങൾ, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാം വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ കാവിലൊക്കെ പോയി തൊഴുതു. പിന്നെ അപ്പോഴും ആളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുടിലുകളിലൊക്കെ ഫുഡൊക്കെ കൊടുക്കും, ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും ഞങ്ങൾ എല്ലാം ഒന്നും കൂടി റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങി എല്ലാം കണ്ടു. കമ്മലൊക്കെ കണ്ടോ? എന്ത് നല്ല സെലക്ഷനാണെന്ന് അറിയാം. ഉള്ള ബംഗാളികളെല്ലാം ഉണ്ട് അവിടെ. പല പല ബാഗുകൾ, ഒന്നും പറയാനില്ല, നല്ല നല്ല കളക്ഷൻസ്. അതാണ്, നമ്മൾ ക്യാഷുമായിട്ട് പോയാൽ മതി, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാം ഈ സമയത്ത്. കാട്ടിലമ്പലത്തിലും ഉണ്ട്, എന്നാലും എനിക്ക് കൂടുതൽ തോന്നി കാട്ടിലമ്പലത്തിനേക്കാൾ ഓച്ചിറയിലാണ് കൂടുതൽ കടകളെല്ലാം വരുന്നത്. ഇവിടെ ഒരു സൈഡിലെ കടകളാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഫുഡ് കോർട്ടാണ്. പിന്നെ ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.